അതിരപ്പള്ളിക്കും മലക്കപ്പാറയ്ക്കുമിടയിൽ വനത്തിനുള്ളിലാണ് അടിച്ചിൽ തൊട്ടി കോളനി. പ്രദേശവാസികളായ സെബാസ്റ്റ്യനും രണ്ട് സുഹൃത്തുക്കളും വനത്തിനുള്ളിൽ നിന്നും തേൻ ശേഖരിച്ച് മടങ്ങി വരുന്നതിനിടെയായിരുന്നു ആനയുടെ ആക്രമണം. മൂവരും കോളനിക്ക് സമീപം വനാതിർത്തിയിൽ വെച്ച് കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെടുകയായിരുന്നു. ഇതോടെ സെബാസ്റ്റ്യനും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളും ചേർന്ന് ആനയെ തുരത്താൻ ശ്രമിച്ചു. ഇതിനിടെ ആന തിരിഞ്ഞ് സെബാസ്റ്റ്യന്റെ അടുത്തേക്ക് ഓടിയെത്തി തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിഞ്ഞു. വീണ്ടും സെബാസ്റ്റ്യന്റെ അരികിലേക്ക് ഓടിയെത്തിയ ആന സെബാസ്റ്റ്യനെ ചവിട്ടി. രാത്രി ഒരു 10-9:45 സമയമൊക്കെയാണ് ഇത് സംഭവം. കോളനി തൊട്ടടുത്താണ്. ഇവര് രാത്രി തേനടക്കം പോയി. ആദിവാസികൾ ഇപ്പൊ തേനിന് ശേഷമാണ്. അതുകൊണ്ട് എല്ലാ ആദിവാസികളും ഇങ്ങനെ തേനടക്കം പോകും. ഇങ്ങനെ വഴിയിൽ വെച്ച് ആന തട്ടി. എന്നിട്ട് ആനയിനെ ഒച്ച കേട്ടപ്പോൾ കോളനിക്കാരെല്ലാവരും പോയി രാത്രി ചവിട്ടി തിരുമ്പി കാല് എല്ലുന്നൊക്കെ പൊട്ടി. ആക്രമണത്തിൽ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ സെബാസ്റ്റ്യൻ മരണപ്പെട്ടു. ആക്രമണത്തിൽ എല്ലുകൾ ഉൾപ്പെടെ പുറത്തുവന്ന നിലയിലായിരുന്നു സെബാസ്റ്റ്യനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഓടിമാറിയതിനാൽ രക്ഷപ്പെട്ടു. സെബാസ്റ്റ്യന്റെ നിലവിളി കേട്ടാണ് കോളനി നിവാസികൾ സംഭവം അറിയുന്നത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസും വനവകുപ്പും രാത്രിയിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. നിരന്തരം വന്യജീവി ആക്രമണം നേരിടുന്ന പ്രദേശമാണ് അതിരപ്പള്ളി മേഖല. വന്യജീവി ആക്രമണം തടയുന്നതിനായി വനവകുപ്പും സർക്കാരും കാര്യക്ഷമമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.